യെസ്, ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4-ാം ദിവസം കളി അവസാനിക്കുമ്പോൾ 608 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇംഗ്ലണ്ട് 72 റൺസ് എടുത്തപ്പോഴേക്കും 3 വിക്കറ്റ് നഷ്ടപ്പെട്ട നിലയിലാണുള്ളത്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു നിമിഷത്തിൽ തോന്നുന്നത്? ഇംഗ്ലണ്ട് ഇന്ന് ജയിക്കാനായിട്ട് കളിക്കുമോ അതോ ഡ്രോയ്ക്ക് വേണ്ടി കളിക്കുമോ? എനിക്ക് പേഴ്സണലായിട്ട് ഇംഗ്ലണ്ട് ഒരിക്കലും ഡ്രോയ്ക്ക് വേണ്ടി കളിക്കും തോന്നുന്നില്ല. അവർക്ക് ഇന്ന് തന്നെ ഏകദേശം 536 റൺസ് വേണം. പക്ഷേ അവർ അത് എങ്ങനെ എനിക്ക് തോന്നുന്നത് നോക്കാൻ സാധ്യത ഞാൻ കാണുന്നു. ജയം അല്ലെങ്കിൽ തോൽവി ഇത്രയും അവർ ചിന്തിക്കുന്നുണ്ട്. ഇടയ്ക്കുള്ള പരിപാടി ഇല്ല. അത് ഇന്ത്യക്കാർക്കും അറിയാം. ഇന്ത്യൻ ബൗളേഴ്സിന് ഈ ടാർഗറ്റ് എത്രമാത്രം വലുതാക്കിയാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഡിക്ലറേഷൻ ഇങ്ങനെ വൈകിപ്പിച്ച് പോവുകയായിരുന്നില്ല. ഒരു ഭയം. കഴിഞ്ഞ പ്രാവശ്യം 372 ടാർഗറ്റ് ഈസിലി അവർ ചേസ് ചെയ്തെടുത്തു. അപ്പോൾ ഈ പ്രാവശ്യം 400 കഴിഞ്ഞു, 500 കഴിഞ്ഞു, 550 കഴിഞ്ഞു, 600 കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇന്ന് മഴയ്ക്ക് ചെറിയ സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നെ ഡിക്ലെയർ ചെയ്തേക്കാം എന്ന് വെച്ചത്. 608 റൺസ് വിജയലക്ഷ്യം. അപ്പോൾ ഇന്ത്യൻ ബൗളേഴ്സിൽ ഇന്ത്യൻ ക്യാപ്റ്റനുള്ള വിശ്വാസം എന്താണെന്ന് മനസ്സിലായല്ലോ. ആകെ ആദ്യ ഇന്നിംഗ്സിൽ 2 പേരെ വിക്കറ്റ് എടുത്തുള്ളൂ. മുഹമ്മദ് സിറാജും ആകാശ് ദീപും. അവർ തന്നെയാണ് ഇപ്പം സെക്കൻഡ് ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് പോയപ്പോൾ വിക്കറ്റ് എടുത്തിരിക്കുന്നത്. ബാക്കി പ്രസീദ് കൃഷ്ണ, വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ, നിതീഷ് കുമാർ റെഡ്ഡിയൊക്കെയാണുള്ളത്. അവരുടെ കയ്യിൽ നിന്ന് വല്ല വിക്കറ്റ് കിട്ടുന്നത് ബോണസായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇന്ത്യ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം മാത്രമേ ഇതിനേക്കാളും കൂടുതൽ റൺസ് ടാർഗറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. 2009 616 റൺസ് ന്യൂസിലാൻഡിനെതിരെ. പിന്നെ ഇംഗ്ലണ്ടിന് ഇതിനേക്കാളും ഒരു ടാർഗറ്റ് ചേസ് ചെയ്യാനായിട്ട് ഇതിനു മുമ്പ് കൊടുത്തത് 707 റൺസാണ്. ഓസ്ട്രേലിയ അതൊന്ന് പണ്ട് 1934 അന്ന് ഇങ്ങനെ 5 ദിവസം എന്നൊന്നും പറഞ്ഞ് ടെസ്റ്റിനൊരു ഡേയ്സ് ഇല്ല. എത്ര നാൾ വേണമെങ്കിലും കളിക്കാം. അതിനുശേഷം ഇത്രയും വലിയ ടാർഗറ്റ് ആദ്യമായിട്ടാണ് ഇംഗ്ലണ്ടിന് കിട്ടുന്നത്. ഇപ്പോഴും നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഇന്ത്യ ജയിക്കുന്നു. അതാണ് ഇന്ത്യൻ ബോളിംഗ് നിരയുടെ ശാപം.